കൊലപാതകത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ കൊലപാതകം നടത്താൻ വേണ്ടി ഫലപ്രദമായി കൊലപാതകം എങ്ങനെ നടത്താം എന്നതിന് പരിശീലനം നൽകുന്ന ചില സംഘടനകൾ കേരളത്തിലുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചതുകൊണ്ട് മാത്രം അവരുടെ കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല. അതിന് കർക്കശമായ നിയമ നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ. രാഷ്ട്രീയ പാർട്ടികൾ പൊതുവിൽ കൊലപാതകങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അവിടെയും വ്യത്യാസമുണ്ട്. കൊലപാതകത്തിന് പരിശീലനം കൊടുക്കുന്ന സംഘടന നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയും ചിലപ്പോൾ ഉണ്ടാവും ഇവിടെ. അവരുടെ കാര്യത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഗണത്തിൽപ്പെടുത്താനും കഴിയില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചുകൊണ്ട് കൊലപാതകത്തെ തടയുക എന്നത് പ്രായോഗികമായി ഒന്നായിരിക്കില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം 70 കൊലപാതകങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങയുടെ ജില്ലയിൽ തന്നെ 5 കേസിൽ 6 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇത്രയും കൊലപാതകം ഉണ്ടായിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അവിടുത്തെ ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് മാത്രമല്ല, അക്രമങ്ങൾ നടക്കുന്നതിനെതിരെയുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പയ്യന്നൂരിൽ പോലീസ് സ്റ്റേഷനിൽ ധർണ നടത്തുന്നു. കൂത്തുപറമ്പിൽ 2 പോലീസ് സ്റ്റേഷനിൽ പാർട്ടിയുടെ നേതാക്കന്മാർ ധർണ നടത്തുന്നു. പോലീസിനെ നിഷ്ക്രിയമാക്കാനുള്ള ശ്രമം നടക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ഇതിന്റെ ഫലമായി കണ്ണൂർ ജില്ലയിൽ മാത്രം 312 രാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായത്. ഇത് ശക്തമായ നടപടികളില്ലാതെ അക്രമങ്ങൾ അവസാനിക്കില്ല. കുട്ടികൾ നല്ല റാങ്ക് കിട്ടിയിട്ടും MBBS അഡ്മിഷൻ കിട്ടാൻ പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്. അതെല്ലാം പരിഹരിച്ച് കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും തൃപ്തരാണ്. സർ, തൃപ്തിയില്ലാത്തത് ഈ നല്ല എഗ്രിമെന്റ് ആയതുകൊണ്ട് പ്രതിപക്ഷത്തിന് മാത്രമാണ്.